നമസ്കാരം. പകുതി വർഷത്തോളം എടുത്ത് രാശി മാറുന്ന ഗ്രഹമാണ് ശനി. ശനി പോലെ തന്നെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു ഗ്രഹം വ്യാഴമാകുന്നു. വ്യാഴവും ശനിയും ഒരേപോലെ രാശിക്കാരിൽ അഥവാ നക്ഷത്രക്കാരിൽ തിളങ്ങുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളാണ് അവരെ തേടിയെത്തുക. ജനുവരി 22 മുതൽ ഇരു ഗ്രഹങ്ങളുടെയും സ്ഥാനം മാറ്റത്തിന് ഒരുങ്ങുകയാണ്. ശനി 45 ഡിഗ്രി വക്രത്തിൽ അഥവാ വക്രയിൽ ചലിക്കാൻ ആരംഭിക്കുകയാണ്. വ്യാഴം അതിന്റെ രാശി മാറ്റത്തിനും ഒരുങ്ങുകയാണ്. ഈ അവസരത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ചില രാശിക്കാരുണ്ട്. ആ രാശിക്കാരെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇവരെ തേടിയെത്തുന്ന ആ സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പൂരുരുട്ടാതി, അവസാന കാൽഭാഗം ഉത്തരട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാകുന്നു. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രയാസങ്ങൾ കുറയുന്നതായ സമയമാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് അവസരങ്ങൾ വന്ന് ചേരുന്നതുമാണ്. സമ്പത്ത് വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഷ്ടപ്പാടിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരാം. കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് ഇവർ. പലവിധ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിൽ നിന്നും മാറ്റങ്ങൾ അഥവാ ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. കൂടാതെ ഇവർക്ക് ധാരാളം അവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാം. സന്തോഷവും മനസമാധാനവും ജീവിതത്തിൽ ലഭിക്കുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ടതായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സാധിക്കും. അത് കുടുംബത്തിലാണ് എങ്കിലും തർക്കങ്ങൾ പരിഹരിച്ച് മെച്ചപ്പെട്ടതായ അന്തരീക്ഷം കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ലോണുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളവരാകാം നിങ്ങൾ. അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. കലാകായിക രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായ നേട്ടങ്ങൾ, പ്രശസ്തി വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. പലവിധ ജീവിത പ്രാരാബ്ധങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. അത്തരം ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഷ്ടപ്പാടുകൾ ഇവരിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ തേടിയെത്താം. ജോലിയുമായി ബന്ധപ്പെട്ട് മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകലുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. കാര്യതടസ്സങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യം. പലവിധ ടെൻഷനുകൾ മനസ്സിൽ വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാം. കാര്യങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഈ സമയം ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ ധനഭാഗ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. മാനസിക ആരോഗ്യം പോലും വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. കൂടാതെ ലോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധാരാളം അവസരങ്ങൾ വന്നു ചേരാം. കഷ്ടപ്പാടുകൾ കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതാന്തരീക്ഷം മെച്ചപ്പെടുന്നതാകുന്നു. കഷ്ടപ്പാടുകൾ ഒരു പരിധിവരെ അകലുന്നതായ സമയം കൂടിയാണ് ഇത്. ഇടപാടുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ജീവിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം.
ആഗ്രഹ സാഫല്യം പോലും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. സമ്പാദ്യം അനുകൂലമാക്കി തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. കയ്യിൽ പണം വന്നു ചേരുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സമയം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പുതിയ ബിസിനസ് പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള അവസരങ്ങളുണ്ട്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് പിന്തുണ ആർജിച്ചെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിദ്യയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് വിദ്യാഭ്യാസം നേടുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയരുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശത്ത് വിദ്യാഭ്യാസം നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും. സമ്പാദ്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പലവിധ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നവരാണ് നിങ്ങൾ. അത്തരം കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ വന്നു ചേരാം. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സമയം കൂടിയാണ് ഇത്. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചില ദോഷകരമായ കാര്യങ്ങൾ, തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ അകന്നു എന്ന് വരാം. പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ലോൺ, ചിട്ടി, പ്രതീക്ഷിക്കുന്നതായ ധനം അത് സഹായധനമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകളും അല്പം കൂടുതൽ തന്നെയാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരുകയും അത് സാമ്പത്തികപരമായ പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക.